ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ സ്റ്റാർട്ടിങ് ഒരു പാത്രം കഴുകലോടുകൂടി ആവട്ടെ. പലർക്കും പാത്രം കഴുകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യല്ലേ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കഴിവതും സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ കറി വെക്കാൻ മാങ്ങ അച്ചാറിടുന്ന സമയത്ത് ആ മാങ്ങാണ്ടിക്കകത്ത് ആ മാംസം ഉണ്ടല്ലേ, അങ്ങ് അത്രയ്ക്ക് മാംസമൊന്നും ഞാൻ കണ്ടിച്ച് എടുക്കാറില്ല. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം കുറച്ച് കഷ്ണം എടുത്ത് ആ മാംസം മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് അടപ്പത്ത് വെച്ചിട്ട് വെറുതെ അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ബീൻസും കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇച്ചിരി മതി. ഇപ്പം ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി സവാളയൊക്കെ എന്താ വിലയായിപ്പം. അതുകൊണ്ട് കുറച്ചുകൂടെ സവാള ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പം 2 മീഡിയം സൈസിലെ സവാള എടുത്തത്. റേച്ചാനവിടെ ഭയങ്കര പാട്ടാണ്. എപ്പോഴും എന്തെങ്കിലും പാട്ട്. ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻ പാട്ടൊക്കെ പാടുന്ന റേച്ചാൻ ചിലപ്പോൾ പാടുമ്പം വേറെ രീതിയിലാണ് പാടുന്നത്. അരിയുന്ന സമയത്ത് ഞാൻ ആ ക്യാപ്സിക്കത്തിൽ അരി എടുത്ത് കളയും കേട്ടോ. അരി ചേർക്കാറില്ല. അപ്പോൾ സവാള ഇച്ചിരി ഇട്ടിട്ട് തേങ്ങയെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതിട്ട് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ബീൻസ് കൂടെ ചേർക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ സ്വല്പം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ റേച്ചാൻ രാവിലെ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പോയിട്ട് ആൾ കുറേ നേരമായിട്ടും ഇങ്ങ് എത്തിയില്ല. അപ്പോൾ ഞാൻ എന്നാൽ അതുകൊണ്ട് തോരൻ അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ച്. ചപ്പാത്തിക്ക് വേണമെങ്കിൽ ഇത് നല്ല ചപ്പാത്തിക്ക് കഴിക്കാൻ ഈ ക്യാപ്സിക്കം ഇതുകൂടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കായി ചപ്പാത്തിക്ക് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടപ്പത്ത് വയ്ക്കട്ടെ. ഒന്ന് ഒതുക്കി ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് റേച്ചാൻ വന്നില്ലെങ്കിലും സവാളയെല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വെച്ച് വരുമ്പം പിന്നെ എല്ലാം തയ്യാറാക്കി വെച്ചാൽ പിന്നെ ചിക്കൻ കഴുകി അങ്ങ് വെച്ചാൽ മതിയല്ലേ. അതുകൊണ്ട് കാരണം ഇപ്പോഴത്തെ മീൻ തന്നെ 1 കിലോ അയല 300 രൂപ. ചിക്കനാകുമ്പം അതിനും അത്രയൊക്കെ വില. അതിനേക്കാൾ നമ്മൾ വാങ്ങിക്കുന്നത് ഈ മുഴുവനെയുള്ള കോഴിയല്ല. അതിൽ നിന്ന് ഈ കഴുത്ത് ഭാഗവും അല്ലാത്ത വേസ്റ്റ് ഇത്തിരി ഇവിടെ ഇവർ കഴിക്കാതെ സൈഡുണ്ട്. ഞാനും കഴുത്ത് ഭാഗം ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഉള്ള ആ ഒരു മട്ടൺ എന്ന് പറയും. ഇവിടെ 3 ടൈപ്പാണ് നമ്മുടെ ഇവിടെയൊക്കെ ചിക്കന്. ഫുള്ളായിട്ടുള്ള കോഴിയുണ്ട്, അത് കഴിഞ്ഞുള്ള മട്ടൺ ടൈപ്പ്, പിന്നെ ബോൺലെസ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കുന്നത്. അപ്പം എല്ല് കടിക്കും അങ്ങനെയുള്ള പ്രയാസമില്ലല്ലേ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ തോരനൊക്കെ വെച്ചിട്ട് റീച്ചാൻ വരുന്നതിന് മുമ്പിട്ട് ഞാനങ്ങ് ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ ഒരു വലിയ 2-3 കഷ്ണം ഇഞ്ചി, ഒരു 4 ഇഞ്ച് വലുപ്പത്തിലുള്ള 4-5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് സവാള ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു 2-3 സവാളയും കൂടെ ചേർക്കും. അപ്പോൾ ഇപ്പം ഉള്ളിയുടെ വില കൊണ്ട് ഇത്രയത്തിൽ അങ്ങ് ഒതുക്കിയതാണ്. അതിലേക്കൊരു ഇച്ചിരി ഉപ്പൂടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ അങ്ങ് ചേർത്താൽ, അല്ലെങ്കിൽ ചെറിയ വരുന്നിടം വരെ നമ്മൾ വന്നിട്ട് ഇതെല്ലാം വഴറ്റാനായിട്ട് ഇരുന്നാൽ ഇന്ന് വൈകുന്നേരം ആയാലും ആവത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഐഡിയ ചെയ്തത് കൊണ്ട് കാര്യമായി. ഇതൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിന് ആൾ കൊണ്ടുവന്നു. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നു. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഒരു 1.5 കിലോ ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട് ചിക്കൻ, അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ ചേർക്കുന്നത് മിക്സ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ 2 ടേബിൾ സ്പൂൺ മിക്സും 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും, ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ചെറിയ തീയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ഇവിടെ പോളിനേക്കായി സന്തോഷം പ്രൈസനാണ്. പിള്ളേർക്ക് രണ്ടുപേരും ബീഫിനേക്കായൊക്കെ ഇഷ്ടം
ചിക്കനാ. പ്രൈസിന് പിന്നെ പോള് പിന്നെ മീനാന്നേലും കൂട്ടിക്കോളും. പ്രൈസിന് പിന്നെ മീനോടും അത്ര ഈ മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഇത്തിരി പേടിയായതുകൊണ്ട് ചിക്കൻ അവന് ഇഷ്ടമാണ്. ചിക്കൻ്റെ കാലാണ് അവൻ ഏറ്റവും കൂടുതൽ വേണ്ടി. എപ്പോൾ കൊണ്ടുവന്നാലും ചോദിക്കും ലെഗ് പീസ് ഉണ്ടോ എന്ന്. മസാലയൊക്കെ ഞാൻ അവിടെ മൂത്തിട്ട് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് റൈച്ചാൻ ഇത് കൊണ്ടുവന്നു. അപ്പം ചിക്കൻ ഞാൻ പറഞ്ഞ ബോൺലെസ് കൂടെ കൊണ്ടുവന്നായിരുന്നു. ബോൺലെസ് ഞാൻ അരിയാതെ കൊണ്ടുവന്നേ. അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മറ്റേതിപ്പോൾ ഞാൻ ഒന്ന് കഴുകിയിട്ട് ഉപ്പ് വെള്ളം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ടേക്കും. അപ്പം ആ ബ്ലഡെല്ലാം നല്ലതായിട്ട് പോകും. അതുപോലെ വിനാഗിരി ഇട്ട് ചെയ്താലും നല്ല. വിനാഗിരി ഇടുവാണെങ്കിലും അതിൻ്റെ ആ ഉളുമ്പ് സ്മെല്ലും ഇതെല്ലാം അങ്ങ് മാറിക്കോളും. അപ്പം ഞാൻ ഇതുകൂടെ ഒന്ന് കണ്ടിച്ചൊന്ന് പെട്ടെന്നൊന്ന് കഴുകി വാരിയെടുത്ത് വെക്കട്ടെ. ഇനി നമുക്ക് കഴുകി വാരിയിട്ട് എളുപ്പം ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയല്ലേ. നമ്മൾ മസാലയെല്ലാം ഉള്ളിയെല്ലാം വഴറ്റിയെടുത്തോണ്ട് ഈസിയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ കറികൾ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും എന്ത് വെക്കുമ്പോഴും ഞാനിപ്പം മസാലയ്ക്കകത്ത് ഒഴിച്ചത് പച്ചവെള്ളമാണ്. അതേസമയം നമ്മൾ ചിക്കനോ ബീഫോ അതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം വീണ്ടും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം വീണ്ടും പച്ചവെള്ളം ഒഴിച്ചാൽ കറിക്കൊരു ടേസ്റ്റ് കൂടെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒഴിക്കുന്ന ഉടനെ ആ വെള്ളം ഒന്ന് ചൂടായിട്ടൊക്കെ ആ മസാല ഒന്ന് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ചേർത്തതേ ഉള്ളൂ. പിന്നീട് ഇനി ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാവേ. അപ്പം ഞാൻ ചിക്കൻ കഴുകിയിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തൊന്ന് മസാല പുരട്ടി വെച്ചായിരുന്നു. അത് ഇതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇളക്കുന്നില്ല. അതുപോലെ അടച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പോവാം. ഒരു സ്വല്പം നേരം കഴിഞ്ഞൊന്ന് അഥവാ അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇപ്പം വെന്തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഇച്ചിരി എടുത്ത് ഞാൻ അരച്ച് കേട്ടോ. കാരണം ഇവിടെ ഈ പിള്ളേർക്കും കഷ്ണമാക്കിയും വേണ്ട. അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ട് ബാക്കി ഞാൻ അരപ്പിൻ്റെ കൂടെ അരച്ച്. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. അപ്പോൾ തുണി കഴുകാനിട്ടിട്ടുണ്ട്. ഇന്ന് പോൾമോനൊന്നും ഇല്ല, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്. പ്രൈസമ്മോനുണ്ട്. അപ്പം ഞാൻ മാങ്ങാക്കറി ഇച്ചിരി ആ മാങ്ങ ഈ അരപ്പിൻ്റെ അകത്ത് അരച്ചത് കൊണ്ട് നല്ല കുറുകുറായിരിക്കും കറി. അപ്പം ഞാൻ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട. അങ്ങ് തിളയ്ക്കാറായി വരുന്ന പരുവാകുമ്പം നമുക്കിത് ഓഫാക്കി കൊടുക്കാമേ. എനിക്ക് മോരുകറി അത്ര താല്പര്യമില്ല, പക്ഷേ മാങ്ങാക്കറി എനിക്കിഷ്ടമാണ്. ഇപ്പം മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലേ, എന്നാലും ഞാൻ അന്ന് അങ്ങനെ എടുത്ത് വെച്ചത് കൊണ്ട് നമുക്കിപ്പം ഇത് ഉണ്ടാക്കാം. സാധാരണ ഇതിൽ പച്ചമുളക് കീറിയിടും. ഞാൻ പച്ചമുളക് കീറിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. അപ്പം അടിയിൽ നിന്നൊക്കെ വെള്ളം വിട്ട് വരുന്നുണ്ട്. ഇനി ഇച്ചിരി ഒന്ന് ഇറക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് വീണ്ടും അടച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട. ഇത്തിരി ചാറോട് കൂടിയാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും അതിങ്ങനെ അമക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചിലർ മാങ്ങാക്കറിയിൽ ഇത്തിരി മോരൂടെ തൈര് ഉടച്ച് ചേർക്കും, ചിലർ ചേർക്കത്തില്ല. അപ്പം ഞാനൊരു ഇച്ചിരി തൈര് ചേർക്കുന്നുണ്ട്. ആ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി പുളിക്ക് വേണ്ടി. ഇപ്പം നല്ല പുളി ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തൈര് ഉടച്ച് ചേർക്കുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൽ നിന്ന് പുക പോലെ ആവി പോലൊക്കെ വന്നു തുടങ്ങി. ഇനി ഈ മോരൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരം കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. എനിക്കും ചിക്കൻ അത്ര താല്പര്യമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇത്തിരി ചൂടോടാണെങ്കിൽ ഒരു 1-2 കഷ്ണം കഴിക്കും, പിന്നെ എനിക്കത് വേണ്ട. പക്ഷേ കൊച്ചന്മാർക്ക് കൊടുത്താൽ അവർക്കൊരു കുഴപ്പമില്ല, പിറ്റേന്നത്തേക്കിനും അവർക്കത് ഇഷ്ടമാണ്. എനിക്ക് കഴിക്കുകയാണെങ്കിൽ ഈ ചാറില്ലാതെ ഇച്ചിരി റോസ്റ്റ് പോലെ എടുക്കുന്ന ഇഷ്ടം. ഇവിടെ ഇവർക്ക് ചാറ് വേണം, അതാ കുഴപ്പം. ഓപ്പോസിറ്റാണ് ഇവിടെ എല്ലാത്തിനും. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്ക കാര്യങ്ങളും ഓപ്പോസിറ്റാണ് നടക്കുന്നത്.
പോൾമോന് ഇങ്ങനെയുള്ള ചിക്കനോ ഇതങ്ങനെ ഉണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ തന്നെ മോര് വേണം. അപ്പം മോര് ആയിട്ട് ഇച്ചിരി ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു തൈര്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നാൽ മാങ്ങാക്കറി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് പുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും തൈര് ഉടച്ച് ചേർത്തതാണ്. അല്ലെങ്കിൽ കുറേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ മാങ്ങാക്കറി അങ്ങ് അവോയ്ഡ് ചെയ്യത്തേ ഉള്ളായിരുന്നു. അവനെ പ്രതി അവനെന്തെങ്കിലും ഒഴിക്കാൻ വേണമല്ലോ അങ്ങനെ, അതുകൊണ്ട് ഇതങ്ങ് ചെയ്തതാണ്. കൊച്ചവന് പക്ഷേ അധികം പുളിയുള്ള സാധനങ്ങൾ അത്ര ഇഷ്ടമല്ല. ഇപ്പം ഇന്ന് വെച്ച മോര് പിറ്റേ ദിവസം കൊടുക്കാൻ അവൻ പറയും, യോ എന്തോ പുളി എന്നല്ല അവൻ പറയുന്നത്, അവനതിന് വേറൊരു പേരാ പറയുന്നത്. മറ്റവനാണെങ്കിൽ പുളി കൂടുന്നതാണ് ഇഷ്ടം. അപ്പം ഇന്ന് ഞാനിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നുണ്ട്, ഒരാളിവിടെ നുഴഞ്ഞ് കയറിയിട്ടുണ്ട്, പമ്മി കയറി വന്ന്. ഞാനിങ്ങനെ ഇടയ്ക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ബാൽക്കണിയിലോട്ട് വെക്കാൻ ഞങ്ങളുടെ മുറിയിലോട്ട് പോയ ഉടനെ എൻ്റെ പൊന്നോ ഈ കഥ പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലോട്ട് വന്നതുമല്ല, ഇത് ചാടി ജനലേ കുടങ്ങ് ചാടി വെളി ചാടി. ഞാനും ഒരലറക്കം, ഇതും കുടന്നൊരു വല്ലാത്ത സൗണ്ട്. അതിൻ്റെ നോട്ടം കണ്ടോ. ഞാനെന്നാൽ എൻ്റെ ചിന്ത ഞങ്ങളുടെ സെയിം ഈ റൂമിൻ്റെ അപ്പുറത്തൊരു വീട്ടുകാരുണ്ട്, അവരുടെ വീട്ടിലെ പൂച്ചയായിരിക്കും ബാൽക്കണിയിൽ കൂടെ വന്നേ ആയിരിക്കുമെന്ന്. പക്ഷേ അതല്ല. എന്നിട്ട് എനിക്ക് പേടിയായിട്ട് ഇതാണെങ്കിൽ അങ്ങനെ ഒരു സൗണ്ട്. എനിക്ക് എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് ജനലടച്ച്. ഇതുങ്ങൾക്കൊക്കെ പരിചയമില്ലാത്തവരെ എനിക്ക് നാട്ടിൽ വെച്ചും നമുക്കറിയാവുന്ന ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. വാക്കല്ലാതെ അങ്ങനെ ദേഷ്യം വന്നത് ആന്തും. അപ്പോൾ ഇത് പേടിച്ചാൽ ഞങ്ങളുടെ AC അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഞാൻ ചിന്തിച്ചതങ്ങ് പോകുമെന്ന്, പക്ഷെ അതിന് പോകാൻ വയ്യാതെ അതിങ്ങനെ പേടിച്ചിരിക്കുക. അപ്പം ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിലൊരു വീട്ടിൽ അവർ 3-4 പൂച്ച അവരുടെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് റെയ്ച്ചാനടുത്ത് ഇങ്ങനെ പറയണം. റെയ്ച്ചാൻ പറയാം എനിക്ക് വീഡിയോ അയച്ചതാണ്. റെയ്ച്ചാൻ അതിനെ കണ്ടിട്ട് അയ്യോ എന്ത് നല്ല ക്യൂട്ടാണ്. അത് ഞാൻ ജനലെ കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നെറ്റ് ഉള്ളത് കൊണ്ട് കാര്യം, ജനലെ കൂടെ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ ആ നെറ്റിയും പിരിയും എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ വല്ലാത്തൊരിതിൽ വെച്ചാൽ എന്നെ നോക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ജനൽ തുറന്നിട്ട് വീഡിയോ എടുത്തിട്ട് റെയ്ച്ചാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് റെയ്ച്ചാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ അവരുടെ ആയിരിക്കുമെന്ന്. എപ്പം ഞങ്ങൾ കതവ് തുറന്നിട്ട്, ഞങ്ങളങ്ങനെ കതവ് തുറന്നിടാറില്ല. അപ്പം ഇനി പോള് വെളിയിൽ നിന്ന് ഷൂ എടുത്തിട്ട് ഷൂ ഇടാൻ നേരം ഇച്ചിരി നേരം കതവ് തുറന്നിട്ടിരുന്ന് അവന് ഇറങ്ങിപ്പോകാനായിട്ട്. ഇനി അന്നേരം കയറിയതാണോ എന്തോ, എന്നാലും ഇവരാരും കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ അടുക്കളയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ലെന്ന് പറയാം. പിന്നെ റീച്ചാൻ പറയാം എനിക്ക് വീഡിയോ അയച്ചതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ റീച്ചാൻ ഗ്രൂപ്പിലിട്ട്, നമ്മുടെ 9 നമ്പറിൻ്റെ ഗ്രൂപ്പിലിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു ഇന്നതുപോലെ ഇവരുടെ ഇന്നൊരു പേര് പറഞ്ഞാൽ ഇവരുടെയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അപ്പോഴത്തേനും അവർ വന്ന് അവരെ കണ്ടപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു സ്നേഹത്തിലുള്ള കരച്ചിൽ കേൾക്കണം. അങ്ങനെ പിന്നെ അവർ എടുത്തുകൊണ്ട് പോയി. അതിപ്പോൾ എന്നെ കാണുന്ന ഉടനെ അത് വീണ്ടും അവരുടെ കയ്യിൽ കിടന്ന് പെടയവാ. ഞാൻ തന്നെ പറയും ഞാനങ്ങ് മാറി നിൽക്കാം, ബാബി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവരതിനെ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാനൊരലറക്കം, ഞാനും ഡാഡിയും ഇവിടെ ഉള്ളായിരുന്നു. ഡാഡി എന്തോന്നും പറഞ്ഞ് ഡാഡി ഒരു ഓട്ടക്കം. ഡാഡിക്ക് അതിൻ്റെ തലേന്നല്ലേ ഡാഡിക്ക് വയ്യാതായത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പൂച്ചയെന്ന്. അയ്യോ പേടിച്ച് പോയെന്നുള്ളേ. അതും പേടിച്ച് ഞാനും പേടിച്ചു. അത് പേടിച്ച് ഒറ്റ ചാട്ടത്തിന് ജനലേക്കൂടെ വെളിയിൽ ചാടി. ഞാൻ ചിന്തിച്ച് അപ്പുറത്ത് ചാട്ടെന്ന് പറഞ്ഞാൽ ഞാനും ഇരുന്നത്. അപ്പോഴത്തേക്കിനൊക്കെ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. ലാസ്റ്റ് പിന്നെ അതിന് കടുകൂടെ വറുത്ത് ചേർത്ത്. എന്നാൽ ഇത്തിരി തേങ്ങാക്കൊത്ത് ലാസ്റ്റ് ചേർക്കണമെന്ന് പറഞ്ഞിരുന്നേ. ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ പുറകെ കുറേ നേരം പോയി സമയം. അങ്ങനെ പിന്നെ വന്ന് ഇച്ചിരി കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ച് ചേർത്ത്. ഇപ്പം നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ പിള്ളേരില്ലാഞ്ഞത് കാര്യം. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഇവിടെ അവരൊരലർച്ച, ഇതതിൻ്റെ അപ്പുറത്തെ ആയിരിക്കും, അത് വെളിയിലോട്ട് ചാടിയത് കാര്യം. പണ്ട് ഇതുപോലെ ഈ പിള്ളേരെല്ലാം വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഇത് കയറി പെരയ്ക്കകത്ത് വന്നിട്ട് അങ്ങാർക്കൊട്ട് എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. കാരണം ഇവിടെ ഇവന്മാർ കിടന്ന് ബഹളമാണ്. ഇവന്മാർ ബഹളം വെക്കുന്നത് പൂച്ചയെ കണ്ട് പേടിച്ചിട്ട്. പൂച്ച അങ്ങോട്ട് ഓടുന്നു, ഇവന്മാരന്നേരം ഇങ്ങോട്ട് ഓടുന്നു. പൂച്ചയ്ക്കും എങ്ങോട്ട് ഓടണമെന്നറിയത്തില്ല, ഇവന്മാർ അതിനേക്കായി അപ്പുറമായിരുന്നു. ഇവന്മാരുടെ കാരണം പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇവരില്ലാഞ്ഞത് തന്നെ കാര്യം. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇല്ലാത്ത ബഹളം എല്ലാം നാട്ടുകാർ മൊത്തം അറിഞ്ഞേനെയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ പൂവൊക്കെ ഒന്ന് കേട്ടതേ ഉള്ളൂ. ഇവർക്കൊക്കെ വീട്ടിൽ വളർത്തുന്നതിനെ വീട്ടിൽ തന്നെ അവരെ ഇങ്ങനെ അഴിച്ചു വിടുന്ന എന്തോത്തിനാ. ഇന്നാളിൽ ഇതാ നമ്മൾ വേസ്റ്റ് എടുത്ത് വെളിയിലെങ്ങാനും വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇതുങ്ങളെ തുറന്ന് വിടുന്ന സമയമാണെങ്കിൽ വന്ന് തട്ടിക്കളയും. അതുകൊണ്ട് ബെല്ലടിക്കാൻ നമുക്കെടുത്ത് വേസ്റ്റ് വെക്കാനും ഒക്കത്തില്ല.
ഇതിപ്പം ഇതിൻ്റെ കീഴിലെങ്ങാനും ഇരുന്ന് നമ്മളെങ്ങാനും രാത്രിയിലെങ്ങാനും ഇരുന്ന് കാണുന്നതെങ്കിൽ ഇവിടെ എന്തുമായിരുന്നു, മനുഷ്യർ പേടിച്ച് അറ്റാക്ക് വരാത്തത് കാര്യം. നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ പെരയ്ക്കകത്ത് ഇങ്ങനെ ഒരെണ്ണം കയറുമെന്ന്. നമ്മൾ കതക് തുറന്നിടാറേ ഇല്ല. ആവശ്യത്തിന് വെളിയിൽ പോകാൻ കതക് തുറക്കും, കയറി ആരെങ്കിലും വരുവാന്നേലും കതക് തുറക്കും. എപ്പോൾ കയറിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.